ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഷൂട്ടിന് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാലിക്കറ്റ് തന്നെയാണ്. 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇപ്പം തന്നെ ലേറ്റായി. അപ്പോൾ അവിടുന്ന് കാണാം. ബൈ. എത്തിയിരിക്കുന്നത് ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ ബീച്ച് സൈഡിനാണ്, കോഴിക്കോട് ബീച്ച് സൈഡിനാണ്. ലാൻഡ്സ് പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് വന്നത്, കടൽ റെസ്റ്റോറൻറ്റ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, അവരൊക്കെ വരണത്ര. ഫോട്ടോഗ്രാഫർ വേറൊരു മോഡലും കൂടി ഉണ്ട്, അപ്പോൾ അവളും വരണത്ര. എനിക്ക് പരിചയമില്ല. ഇതാണ് പറഞ്ഞ ലൊക്കേഷൻ. ഇവിടെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഈ കോവിഡിൻ്റെ ഇതുകൊണ്ട് ഇത് റീഓപ്പൺ ചെയ്യാനാണ് പ്ലാൻ അവരുടെ. പിന്നെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ കോസ്റ്റ്യൂമൊക്കെ. ഇവരെ അഡ്രസ് മാളിൽ ഇവരെ ഷോപ്പുണ്ട്. ഇപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടേ, അതിൻ്റെ പെയിൻറ്റിങ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയാലോ? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നിങ്ങൾ കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് ആ ടൈമൊക്കെ ഓപ്പൺ ആയിരിക്കും. എന്തായാലും ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ നേരെ നല്ല വ്യൂ ആണ് കേട്ടോ. നേരെ നമ്മൾ കടലിൻ്റെ സൈഡാണ്. ഇപ്പം ഞാനാണ് ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നത്. ഞാൻ വിചാരിക്കും ഞാനാണ് ഏറ്റവും ലൈറ്റായിട്ട് വരുന്നത്. അപ്പം ഞാൻ പോസ്റ്റ് ഇവിടെ എല്ലാവരും വരാറുണ്ട്. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്, പണിയെടുക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവർ പണിയെടുത്ത് നിൽക്കണം. ഞാൻ എൻ്റെ പണിയെടുത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പം ഞാൻ തന്നെയാണ് മേക്കപ്പും ചെയ്യുന്നത്. എനിക്ക് മേക്കപ്പും നല്ല മോഡലിൻ്റെ മേക്കപ്പും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റിംഗ്. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് മേക്കപ്പ് ഞാൻ പെട്ടിരിക്കുക കേട്ടോ. എന്താ വിളിച്ചിട്ട് ഞാൻ ചെയ്യട്ടെ. ഇതാണ് ഫോട്ടോഗ്രാഫർ DK, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ്. DK നോക്കിയേ, അത് അനുരാഗേട്ടൻ നമ്മുടെ വീഡിയോഗ്രാഫറാണ്. അപ്പോൾ ഇത് മോഡൽ
തമൻ മാസ്ക് കഴിച്ചോ? ഇതേ നോക്കി, ഇത് നമ്മുടെ ഫ്രണ്ടാണ്. സിസ്റ്റർ കോസ്റ്റ്യൂമൊക്കെ ഫുൾ കോമഡി ആയിട്ടോ ആണ്. ഇതാണ് ഡി കെ. മാസ്ക് കഴിക്കേ. ആ, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ. ഞാൻ പറഞ്ഞല്ലോ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് ഷൂട്ടൊക്കെ. ഞാൻ ആദ്യം മേക്കപ്പ് ചെയ്തിട്ട് പൊട്ടസിൻ്റെ കണക്കില്ല, മേക്കപ്പ് ചെയ്ത് വന്നതാ. സിസ്റ്റർ മേക്കപ്പ് ചെയ്യാനേ ഉണ്ടായിരുന്നു. സോ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു. അവർ രണ്ടാമത്തെ കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് 2 കോസ്റ്റ്യൂമാണ് ഉള്ളത്. അപ്പോൾ ഫോട്ടോ എടുക്കുക. എങ്ങനെ ഇവിടെ മഴ ചെറുതായിട്ടൊന്ന് പാറുന്നുണ്ട് വെച്ചാൽ തുള്ളി തുള്ളി വീഴുന്നുണ്ട്. അപ്പോൾ എന്താ ചുഴലിക്കാറ്റില്ലേ, അതിൻ്റെ എഫക്റ്റാന്ന് തോന്നുന്നു. എന്താണ് ചുഴലിക്കാറ്റിൻ്റെ പേര്? എന്താട്ടാ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? നമുക്കൊന്ന് കാണാം. ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. എന്താ വെച്ചാൽ റെയിൻ ഡ്രോപ്സ് വീണാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫോട്ടോയിൽ അത് നന്നായിട്ട് തെയ്യും. അപ്പോൾ ഞാനിവിടെ കയറി നിന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സ് ഒരു വെസ്റ്റേൺ ഡ്രസ്സാണ്. തുർക്കി സ്റ്റൈലാണ് ഡിസൈൻ. 2 ഡ്രസ്സും അങ്ങനത്തെയാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവരുടെ ബൊട്ടിക്ക് മീൻസ് തുർക്കീസിലാണ് എല്ലാം വരുന്നത്. ആ ഒരു സ്റ്റൈൽ പാറ്റേണിലാണ് വരുന്നത്. ഞാൻ അവരുടെ ലിങ്ക്, ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ, തുർക്കി സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും അവർക്ക് ഓൺലൈൻ പിന്നെ ഷോപ്പിംഗ് ഉണ്ട്. അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. സാധനം ഇഷ്ടപ്പെട്ടു. ഏകദേശം മഴ നിന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവളെ കാണുന്നില്ലല്ലോ. നെക്സ്റ്റ് എൻ്റെ ഷൂട്ടാണ്. അപ്പോൾ ഞാനാണ് എടുത്തത്. എൻ്റെ ഷൂട്ടിൽ കാണാം.
അഭിനയിച്ചതാ. എൻ്റെ ഈ കോസ്റ്റ്യൂമിൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകാം. ഫുഡ് കഴിക്കണം. അപ്പോൾ അവരൊക്കെ എടുക്കുകയാണ്. പാവണ്ടിക്ക് വിശന്ന് വലഞ്ഞ് ഇതാ വരണം ഉണ്ടോ മറ്റാകട്ട് സിരിസിൽ കടവ് എങ്ങോട്ട് ഓടുന്ന. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് പറയാം. വണ്ടിക്ക് ഇങ്ങനെ നേക്ക് മിററിൽ കാണാൻ പറ്റും. അപ്പോൾ ഫുഡ് കഴിച്ചയോ കുഴങ്ങി ഇനി അവിടെ പോയി നെക്സ്റ്റ് കോസ്റ്റ്യൂമിൽ കഴിച്ചിട്ട് വയ്യ. അപ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിന്ന് മേക്കപ്പ് ആൻഡ് ഡ്രസ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അപ്പുറത്തോട്ട് പോകാം. ബിൽഡിങ്ങിൻ്റെ പിറകിലാണ് ലൊക്കേഷൻ നമ്മുടെ. അപ്പോൾ ആ വലിയ ഗേറ്റ് ഉണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയല്ലോ. ഇതാണ് നമ്മുടെ കഥാനായകൻ സിൽസ്. ഇതാ എൻ്റെ കേട്ടിട്ട് ഡിക്ക് എൻ്റെ കേട്ടൻ ഫുള്ള് മേക്കിംഗ് വീഡിയോ എടുക്കണ്ടോ. ഓൾമോസ്റ്റ് നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇതാ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ സിൽസിൻ്റെ മാരകമായ വീഡിയോ എടുത്തോണ്ടിരിക്കണേ കാണുന്നുണ്ടോ? കണ്ടോ? DK പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാ നമ്മള് ലൈറ്റൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇതാ കണ്ടോ, ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ്. മാരകമായ അഭിനയാണ്. അപ്പൊ ഇതാ കഴിഞ്ഞിരിക്കുന്ന ചേട്ടൻ കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകണം. അവിടെയാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഏട്ടാ എൻ്റെ ചെരുപ്പെടുത്തില്ല. എൻ്റെ ചെരുപ്പുണ്ട് അവിടെ, അതെടുക്കണം. മറന്നു പോയി. ഇപ്പം ഏകദേശം ടൈം ഒരു 5 മണി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 7 മണി ആയിട്ടുണ്ടാവും. ലേറ്റായിപ്പോയി കഴിയാൻ. ഞാനും മറ്റേ കുട്ടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ലേറ്റായി. ഞാൻ നല്ല ടയേർഡായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടായിരുന്നു. പിന്നെ ഞാൻ വലിയ എന്താ പറയുക, വീഡിയോസ് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. കാരണം ഞാൻ വലിയ വ്ളോഗറൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് കുറവുകൾ എന്ന് നിങ്ങൾ പറഞ്ഞു തരിക. ഞാൻ പിന്നത്തെ വീഡിയോസിലെല്ലാം നോക്കി ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ എന്താ പറയുക, നല്ല കോമഡി ആയിരുന്നു ഷൂട്ടൊക്കെ. ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല കോമഡി ആയിരുന്നു. DKൻ്റെ കൂടെ ഞാൻ 2-3 ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നല്ല രസമായിരുന്നു ടീം വർക്കൊക്കെ. ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ പിന്നെ താഴെ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും പിന്നെ ബോട്ടിക്കിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ചെയ്യണ്ടെങ്കിലും അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയ്ക്കാണ് എൻ്റെ ഒരു ഷൂട്ടിൻ്റെ വീഡിയോ. എടുക്കാൻ തുടങ്ങിയ കുറേ ഉണ്ട്. 1 ഡേ ഷൂട്ടാണ്. അപ്പോൾ കുറേ ലെങ്തായി പോവും വീഡിയോസിന്. അപ്പോൾ ഞാനിത് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ നല്ല ടയർഡാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.